എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. കേരള സർക്കാർ തൊഴിലില്ലാത്ത സ്ത്രീകൾക്കായി ഒരുക്കിയിരിക്കുന്ന പുതിയൊരു പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. ഇത് പ്രതിമാസം 1000 രൂപയാണ് ലഭിക്കുന്നത്. ഇത് അപേക്ഷിക്കാനായിട്ട് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് ഇത് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. കേരളത്തിൽ തീരെ താമസമുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനും ഈ ഒരു അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കും. ഇതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ആധാർ, റേഷൻ കാർഡ്, നിങ്ങളുടെ ഏജ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ, ഇത്രയും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതെങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം. വീഡിയോയിലേക്ക് പോവാം. അതിനായി ഗൂഗിളിൽ കയറി കെ സ്മാർട്ട് എന്ന് സെർച്ച് ചെയ്യുക. കെ സ്മാർട്ട്. അപ്പോൾ നമുക്ക് ആദ്യം വന്നിരിക്കുന്ന കെ സ്മാർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്കാണ് വന്നിരിക്കുന്നത്. സ്ത്രീ സുരക്ഷാ പദ്ധതി 1000 രൂപയുടെ പ്രതിമാസ ധനസഹായം. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെ അപേക്ഷിക്കാം എന്നുള്ളതാണ്. ഇവിടെ അപ്ലൈ ലോഗിൻ, സിറ്റിസൺ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്കാണ് വന്നിരിക്കുന്നത്. ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഓൾറെഡി ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്ത് ഇവിടെ സെൻഡ് OTP കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമുക്കിത് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഡിക്ലറേഷൻ ആ കോളം ടിക്കറ്റ് കൊടുത്തുകൊണ്ട് പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആധാർ നമ്പർ കൊടുക്കുക. അവിടെ എന്നിട്ട് ഗെറ്റ് OTP എന്നുള്ളത് കൊടുത്ത് നമ്മുടെ OTP അവിടെ സബ്മിറ്റ് ആവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീഡിയോ നേരത്തെ തന്നെ ചെയ്തിട്ടുള്ളതാണ്, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളത്. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് കയറി കണ്ടാൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഓക്കെ, അതിനുശേഷം ബാക്കിലേക്ക് വന്ന് ലോഗിൻ എന്ന് കൊടുത്തിട്ട് നമുക്കവിടെ നമ്മുടെ മൊബൈൽ നമ്പർ, നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. സെൻഡ് OTP എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP അവിടെ സബ്മിറ്റ് ചെയ്യുക. ലോഗിൻ എന്നുള്ളത് കൊടുക്കുക. ഇവിടെ നമുക്ക് വേണ്ടത് ന്യൂ ആപ്ലിക്കേഷനാണ്. ആ ന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട് സ്ത്രീ സുരക്ഷാ സ്കീം എന്നുള്ളത്. ആ സ്ത്രീ സുരക്ഷാ സ്കീം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്ത്രീ സുരക്ഷാ സ്കീം എന്നുള്ളതിൽ മുകളിലുള്ള നമ്മുടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫോർ സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള പേജിലേക്കാണ് വന്നിരിക്കുന്നത്. ആദ്യം നമ്മുടെ ഡിസ്ട്രിക്ട് ഏതാണെന്ന് വെച്ചാൽ അതവിടെ കൊടുക്കുക. അതിനുശേഷം താഴെ ലോക്കൽ ബോഡി, നമുക്ക് പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ അതേതാണെന്ന് വെച്ചാൽ അവിടെ കൊടുക്കുക. ലോക്കൽ ബോഡി നെയിം, പഞ്ചായത്തിൻ്റെ പേര്, നമ്മുടെ വാർഡ് നമ്പർ അതവിടെ കൊടുക്കുക. അപ്പോൾ തൊട്ട് താഴെ നമുക്കിനി കൊടുക്കേണ്ടത് ആധാർ വെരിഫിക്കേഷൻ ആണ്. അപ്പോൾ ആധാർ നമ്പർ എന്നുള്ളിടത്ത് നമ്മുടെ ആധാർ നമ്പർ കൊടുക്കുക. തൊട്ടപ്പുറേ തന്നെ നമ്മുടെ പേര്, നമ്മുടെ ആധാറിൽ കൊടുത്തിരിക്കുന്ന പേര് അതുപോലെ തന്നെ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം വാലിഡേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഡിക്ലറേഷനാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഐ അഗ്രി എന്നുള്ളത് ടിക്കറ്റ് കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് വെരിഫൈ ചെയ്ത് ഡീറ്റെയിൽസുകളെല്ലാം നമ്മുടെ റേഷൻ കാർഡ് നമ്പർ വരെ നമുക്കവിടെ വരുന്നതാണ്. ആ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതിലെന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ അവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന പെൻ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാണ്ട് സാധിക്കും. ഇതെല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ എല്ലാം ഓക്കെ ആണെങ്കിൽ പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും താഴെ പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പം അടുത്തത് നമ്മുടെ ആപ്ലിക്കൻ്റ് നെയിം ആൻഡ് ഡീറ്റെയിൽസ് ആണ്. അവിടെ നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റാക്കി, ഇപ്പോഴത്തെ നിലവിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ കറക്റ്റാക്കി കൊടുക്കുക.
അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായി കൊടുത്ത ശേഷം നമ്മുടെ ഏജ് അവിടെ താഴെ കാണാൻ സാധിക്കും. അതിനുശേഷം താഴെ നമ്മുടെ പേര് ഇംഗ്ലീഷിൽ കൊടുക്കുക. അത് ഓൾറെഡി അവിടെ പേര് വന്നിട്ടുണ്ടാവും. അതിൻ്റെ താഴെ നമുക്ക് നമ്മുടെ പേര് മലയാളത്തിൽ അവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം കെയർ ഓഫ് എന്നുള്ളത്, കെയർ ഓഫ് നിങ്ങൾ എന്താണ് കൊടുക്കേണ്ടത്, നിങ്ങൾക്ക് ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡ്, ഫാദറിൻ്റെ ആണെങ്കിൽ ഫാദറിൻ്റെ ഡീറ്റെയിൽസ്, അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഫാദറിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. അത് നമുക്ക് ആദ്യം ഇംഗ്ലീഷിൽ അവിടെ ടൈപ്പ് ചെയ്യാം. അതിൻ്റെ തൊട്ട് താഴെ അത് മലയാളത്തിൽ കൺവേർട്ട് ചെയ്യുക. അത് കൊടുത്ത ശേഷം താഴെ നമ്മുടെ ഹൗസ് നമ്പർ, ഹൗസ് നെയിം മലയാളത്തിൽ കൊടുക്കുക. ലോക്കൽ പ്ലേസ് അത് മലയാളത്തിൽ കൊടുക്കണം. മെയിൻ പ്ലേസ്, നിങ്ങളുടെ മെയിൻ പ്ലേസ് ഏതാണോ അതവിടെ കൊടുത്ത് അതിൻ്റെ മലയാളവും അവിടെ താഴെ കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇംഗ്ലീഷും അതിൻ്റെ താഴെ അതിൻ്റെ മലയാളവും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കൊടുത്ത ശേഷം താഴെ നമ്മുടെ പിൻകോഡ് എൻ്റർ ചെയ്യുക. അതിൻ്റെ താഴെ നമ്മുടെ പോസ്റ്റ് ഓഫീസ് ഏതാണോ അതവിടെ കൊടുക്കുക. പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. വീണ്ടും പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അടുത്തത് ജോബ് ഡീറ്റെയിൽസ് ആണ്. ജോബ് ഡീറ്റെയിൽസ് സ്റ്റാറ്റസ് എന്നുള്ളതിൽ നമുക്കവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ സ്റ്റുഡൻറ്റ് ഹോം മേക്കർ എന്നുള്ളതുണ്ട്. ഞാനിവിടെ ഹോം മേക്കറാണ് കൊടുത്തിരിക്കുന്നത്. അത് പ്രൊസീഡ് എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം അടുത്തത് വരുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് നെയിം ഏതാണ് ആ ബാങ്ക് നെയിം കൊടുക്കുക. IFSC ബ്രാഞ്ച് കൊടുക്കുക. IFSC കോഡ് കൊടുക്കുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എൻ്റർ ചെയ്യുക. ഒന്നും കൂടി ആ ബാങ്ക് അക്കൗണ്ട് എൻ്റർ ചെയ്ത് പ്രൊസീഡ് എന്നുള്ളത് കൊടുക്കുക. നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം നമ്മളവിടെ കറക്റ്റായി കൊടുത്തിട്ട് പ്രൊസീഡ് എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത പേജിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ളത്. ഡോക്യുമെൻറ്റ് ടൈപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളവിടെ ഏതാണ് കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഡോക്യുമെൻറ്റ് ടൈപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഞാനവിടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതവിടെ കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്നുള്ളതിൽ അവിടെ താഴെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫയൽ നമ്മളവിടെ അപ്ലോഡ് ചെയ്യണം. അവിടെ അപ്ലോഡ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അടുത്തത് വേണ്ടത് നമുക്ക് ആപ്ലിക്കൻ്റ് ഫോട്ടോയാണ്. ആപ്ലിക്കൻ്റ് ഫോട്ടോ അവിടെ 2 MB മാക്സിമം ഉണ്ടാവണം. അവിടെ അത് സെലക്ട് ചെയ്ത് കൊടുത്ത് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വന്നിരിക്കുന്ന എലിജിബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ആദ്യത്തെ നോ കൊടുക്കുക. രണ്ടാമത്തത് നോ കൊടുക്കുക. മൂന്നാമത്തത് നോ കൊടുക്കുക. നാലാമത് നോ കൊടുക്കുക. പെർമനന്റ് റെസിഡന്റ് കേരള സ്റ്റേറ്റ് യെസ് കൊടുക്കുക. അപ്പോൾ ആറാമത്തത് നമ്മൾ മറ്റേതെങ്കിലും ജോലിയിലൂടെ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയാനാണ്. അതുള്ളവർ യെസ് കൊടുക്കുക, അല്ലാത്തവർ നോ കൊടുക്കുക. എന്നിട്ട് പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ എലിജിബിലിറ്റി ചെക്ക് കംപ്ലീറ്റഡ് എന്നുള്ളതായി. നമുക്ക് ഇനിയിപ്പോൾ ഒന്നും കൂടെ നമ്മുടെ ആപ്ലിക്കേഷൻസ് എല്ലാം കൂടെ അവിടെ കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ പ്രിവ്യൂ അതെല്ലാം കറക്റ്റ് ആണോ എന്നുള്ളതെല്ലാം ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കുക. എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെല്ലാം ഒന്ന് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. എല്ലാം കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അടുത്തത് നമ്മുടെ സാക്ഷ്യപത്രമാണ്. സാക്ഷ്യപത്രത്തിൻ്റെ അവിടെ ഐ അഗ്രി എന്നുള്ളത് ടിക്കറ്റ് കൊടുത്തിട്ട് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP അവിടെ സബ്മിറ്റ് ചെയ്യുക. വന്ന OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെരിഫൈ OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇതാ നമ്മുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ, ആപ്ലിക്കൻ്റ് നെയിം, കോൺടാക്റ്റ് നമ്പർ
കൊടുത്തിരിക്കുന്ന ടൈം, ഡേറ്റ് എല്ലാം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഓക്കെ, ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് ഫോണിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിലേക്ക് അത് എത്തിയിരിക്കുകയാണ്. അത് അവരവിടെ വെരിഫൈ ചെയ്ത് അതെല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്ത് അവിടെ അപ്രൂവൽ തരും. അപ്രൂവൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് ജനുവരി മാസം മുതൽ നിങ്ങൾക്ക് ഈ ഒരു തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്